സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലൂ ഞാൻ തരികയാണ്, അടിച്ചവർക്ക് വീണ്ടും അടിക്കാവുന്നതാണ്. അത് സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ രാജവംശത്തിനെ ഒരു സ്ഥലത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ രാജവംശത്തിന് പെരുമ്പടപ്പ് എന്നും, കാലിക്കറ്റ് അല്ല, കാലിക്കറ്റ് രാജവംശം നമ്മൾ കേട്ടിട്ടില്ല, വള്ളുവനാട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല, അതൊന്നുമല്ല. കൊടുങ്ങല്ലൂർ രാജവംശം കേട്ടിട്ടില്ല. വളരെ ഫേമസ് ആയ ഒരു സ്ഥലം തന്നെയാണ് കേരളത്തിലെ. അതൊരു രാജവംശം, വളരെ പ്രസിദ്ധമാണ്. സോറി, പെരുമ്പടപ്പ് പുത്തമ്പള്ളി അല്ല. ശരിയായ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. ഒരു രാജവംശം തിരുവിതാംകൂർ എന്ന് പറയുന്നുണ്ട്. കോലോത്തുനാട് നീലേശ്വര രാജവംശം എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഒരു ക്ലൂ ഞാൻ തരികയാണെങ്കിൽ അതിന് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൂ ഞാൻ തരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ സ്ഥലം ഇപ്പോ കേരളത്തിന്റെ IT രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കൊച്ചി രാജവംശം തന്നെയാണ്. കൊച്ചി രാജവംശത്തിനാണ് പെരുമ്പടപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നത്. കൊച്ചി രാജവംശമാണ് ശരിയായ ഉത്തരം. ക്ലൂയിലൂടെയാണെങ്കിലും റാക്ക് പ്രവാസിയാണ് ആദ്യം അടിച്ചിട്ടുള്ളത്. പോയിന്റ് ലഭിച്ചിട്ടുള്ളത് ബ്ലൂവിനാണ്. 4-3 എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്. 4-3 എന്ന നിലയിലാണ് സ്ഥിതിയുള്ളത്. അടുത്തൊരു ചോദ്യം വീണ്ടും ഫത്ഹുൽ മൊയ്നിലേക്ക് പോകുമ്പോൾ ആ ചോദ്യം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യാത്രക്കാർക്ക് ഹലാലായ യാത്രക്കാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. പോയിന്റ് ബ്ലൂവിന്റെ ഓക്കെ യെസ്, ബ്ലൂ ശരി തന്നെ പറഞ്ഞു. എന്നാൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, ഹലാലായ ഉല്ലാസയാത്രക്കാരന് സക്കാത്ത് കൊടുക്കാമോ എന്നുള്ളതാണ്. ഒരു ഹലാലായ യാത്രയാണ്, ഉല്ലാസയാത്രയാണ്, സക്കാത്ത് കൊടുക്കാമോ എന്നുള്ളതാണ്. നോ എന്നാണ് എല്ലാവരും അടിച്ചിട്ടുള്ളത്. എന്നാൽ മിന്ന ഹസൻ പറയുന്നു യെസ് എന്ന്. സാബു 1-4 അസ്ലം അടക്കാത്തോട് വെസ്റ്റ് പാങ്, മിന്ന ഹസൻ, നൂറുൽ ഇസ്ലാം, അറാർ നജീബ്, റഹ്മാൻ KVK, ഖലീജ്, ദാറുൽ അമീൻ, റാഖ് പ്രവാസി എല്ലാവരും ഉത്തരങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിലും യെസ് എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ്. കാരണം ഹലാലായ ഉല്ലാസയാത്രക്കാരനാണെങ്കിൽ പോലും അത് ഹറാമായ യാത്ര ആവരുത് എന്ന് മാത്രം. ഹറാമായ ഒരു യാത്രയല്ല, ഒരു ചീത്ത ഉദ്ദേശത്തോടെയുള്ള യാത്രയല്ല. ഒരു ഹലാലായ ഉല്ലാസയാത്രക്കാരനാണെങ്കിൽ പോലും കൊടുക്കാമെന്നാണ് ഫത്ഹുൽ മൊയ്ൻ പറയുന്നത് എന്നുള്ളതാണ് ശരി. അഥവാ ഒരു ചീത്ത ഉദ്ദേശത്തോടു കൂടെ യാത്ര പുറപ്പെട്ട ആൾ അദ്ദേഹം ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ, അദ്ദേഹം പിന്നെ ആ യാത്ര നല്ല ഉദ്ദേശത്തിലേക്കാക്കി മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിനും കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഫത്ഹുൽ മൊയ്ൻ രേഖപ്പെടുത്തപ്പെടുന്നത്. ഏതായാലും പോയിന്റ് ലഭിച്ചിട്ടുള്ളത് യെസ് എന്നുള്ള ആ ഉത്തരത്തിലൂടെ മിന്ന ഹസനാണ്. ശക്തമായ മത്സരമാണ്. 4-4 എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പോയിന്റ് ലഭിച്ചത് ഇപ്പോൾ ഗ്രീനിനാണ്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്. ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, അഹ്സാബ് സൂറത്ത് റഹ്മാൻ KVK ആണ് ആ പോയിന്റ് ലഭിച്ചിട്ടുള്ളത്. റഹ്മാൻ KVKയുടെ എസ് വളരെ കുഞ്ഞതായി പോയി, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. റഹ്മാൻ KVK ആണ് ആ പോയിന്റ് ഗ്രീനിന് കൊടുത്തിട്ടുള്ളത്. രണ്ടായാലും ഗ്രീനിനാണ് പോയിന്റ് ലഭിച്ചിട്ടുള്ളത്. നേരത്തെ പറയുകയുണ്ടായി, അഹ്സാബ് യുദ്ധം അഥവാ ഖന്തക് യുദ്ധം മുസ്ലിങ്ങൾ വളരെ പ്രയാസപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി 3000-ഓളം വരുന്ന സഹാബാക്കൾക്ക് നേരെ 10,000-ൽ പരം വരുന്ന സംഘം വന്നുകൊണ്ട് ആക്രമിക്കാൻ വരുമ്പോ അവർ ഈ മതിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ നശിപ്പിച്ചു കളയുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടങ്ങ് കീറി, അതാണ് ഉണ്ടായത്. കിടങ്ങ് കീറി അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി. എന്നാൽ ശത്രുക്കൾ വന്നു നോക്കുമ്പോൾ കടക്കാൻ സാധിക്കുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിരും, കാരണം കടക്കാൻ പറ്റാത്തത്ര വീതിയിലും ആഴത്തിലുമുള്ള ആ കിടങ്ങ് വിശന്ന് വലഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള മുസ്ലിം സൈന്യത്തിലുള്ള എല്ലാവരും വയറിൽ കല്ല് 1-2 കല്ലുകൾ വെച്ച് കെട്ടിയാണ് അത് ഉണ്ടാക്കിയത്. എന്നാൽ ആ സന്ദർഭത്തിൽ ശത്രുക്കൾ വന്നുകൊണ്ട് കടക്കാൻ പറ്റാതായപ്പോൾ അവർ അവിടെ വളഞ്ഞു. ആ മദീനയെ അവർ എത്ര ദിവസം വളഞ്ഞു എന്നുള്ളതാണ്. എത്ര ദിവസം മദീനയെ ആ യുദ്ധവേളയിൽ അവർ വളഞ്ഞു. എന്നിട്ട് അതിനുശേഷം ശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായ കാറ്റ് വന്നുകൊണ്ട് അവർ പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് പേടിച്ചിട്ട്. എന്നാൽ എത്ര ദിവസമാണ് അത് വളഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം.
റഹ്മാൻ കവിക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, ശരിയായ ഉത്തരം ആയിട്ടില്ല, വന്നിട്ടില്ല. എത്ര ദിവസം വളഞ്ഞു എന്നുള്ളതാണ് ശരിയായ ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. സിൽസിലയിലൂടെ, അതിനു മുമ്പ് ഖലീജിലൂടെ ആ പോയിന്റ് വന്നു കഴിഞ്ഞു, ആ ഉത്തരം വന്നു കഴിഞ്ഞു. ഖലീജ് അടിച്ചത് ശരിയാണ്. 15 ദിവസത്തോളം വളഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ടു പോയി എന്നുള്ളതാണ് പറയപ്പെടുന്നത് മുസ്ലിങ്ങൾ. കാരണം ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യവും മറ്റു അസൗകര്യങ്ങളും കാരണം പ്രയാസപ്പെട്ടു പോയി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവർക്കെതിരായി അവസാനം പ്രാർത്ഥിക്കുകയും അങ്ങനെ ശക്തമായ കാറ്റടിക്കുകയും അവരുടെ തമ്പുകളെല്ലാം കടപഴകിപ്പോയി അവർ ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഏതായാലും അത്രക്ക് പ്രയാസപ്പെട്ടാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബികളുമെല്ലാം നമുക്ക് ഇതിനെ ഇവിടെ നിലനിർത്തി തന്നത്. അള്ളാഹു നമ്മുടെ ഈ ഹിദായത്ത് നമുക്ക് നൽകിയ ഈ ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അടുത്ത ചോദ്യം, ഇപ്പൊ പോയിന്റ് ലഭിച്ചിട്ടുള്ളത് ബ്ലൂവിനാണ്. 5-4 എന്ന നിലയിലാണ് ഉള്ളത്. 5-4 എന്ന നിലയിലാണ് ഉള്ളത്. 9 ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ കുസൃതി നിറഞ്ഞ ഒരു ചോദ്യമാണ്. കഴുത്തുണ്ട് എന്നാൽ ശരീരവുമുണ്ട് എന്നാൽ തലയില്ലാത്ത ഒരു സാധനം എന്താണ് എന്നുള്ളതാണ്. കഴുത്തും ശരീരവുമുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ റാക്ക് പ്രവാസി വളരെ പെട്ടെന്ന് ഉത്തരങ്ങൾ അടിക്കുന്നുണ്ട്. ശരിയാണോ എന്ന് നോക്കേണ്ടതുണ്ട്. കഴുത്തുണ്ട് എന്നാൽ ശരീരവുമുണ്ട് എന്നാൽ കാലും മുഖവും തലയും ഒന്നുമില്ലാത്ത സാധനം, അത് ബോട്ടിൽ തന്നെയാണ് എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ്. ബോട്ടിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴുത്ത്, നെക്ക് ഉണ്ട്, അതിന്റെ ശരീരവുമുണ്ട്, പക്ഷെ മറ്റുള്ള അവയവങ്ങൾ ഇല്ലാത്ത ജീവിയല്ല വസ്തു, അത് ബോട്ടിൽ തന്നെയാണ്. ഒരു കുപ്പിയാണ്. ശരിയായ ഉത്തരം നമ്മുടെ റാക്ക് പ്രവാസിയിലൂടെ അത് വീണ്ടും ബ്ലൂവിനാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 6 പോയിന്റുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലൂ 4 പോയിന്റുകളുമായി ഗ്രീൻ തൊട്ടുപിറകിയുണ്ട്. ബ്ലൂവിന്റെ പോയിന്റ് മാറ്റിയിട്ടില്ലേ? മാറ്റുക, 6 പോയിന്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്. ഒരു ഫത്തുൽ മുഈനിലെ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ പറയുകയുണ്ടായി ഹലാലായ ഉല്ലാസ യാത്രക്കാരന് നമുക്ക് സക്കാത്ത് കൊടുത്താൽ മതിയെന്ന്. എന്നാൽ ഒരു വ്യാകുല ചിത്തനായിക്കൊണ്ട് ഭ്രാന്തമായി അലഞ്ഞു നടക്കുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുത്താൽ അത് സഹിയാകുമോ? വ്യാകുല ചിത്തനായിക്കൊണ്ട് അലഞ്ഞു നടക്കുന്ന ഒരു ആൾക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ചിത്തനായിക്കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുകയാണ്, ഒരു യാത്രക്കാരൻ എന്ന് പറയാൻ വയ്യ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എങ്കിൽ കൊടുക്കാമോ എന്നുള്ള ചോദ്യത്തിന് കൊടുക്കാം എന്നുള്ള ഉത്തരം ശരിയല്ല, പറ്റില്ല എന്ന്. അത് കൊടുത്താൽ വീടില്ല എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം. നോ എന്നുള്ള RR നജീബിന്റെ ഉത്തരത്തിന് പോയിന്റ് ലഭിക്കുകയാണ്. മുഹമ്മദ് ബാഷുക്കും ശരിയായ ഉത്തരം അടിച്ചിട്ടുണ്ട്. സഹബ് 124 ഉത്തരം അടിച്ചിട്ടുണ്ട്. റാക്ക് പ്രവാസി അടിച്ചിട്ടുണ്ട്. KKB 121, വെസ്റ്റ് പാങ്, അസ്ലം, അടക്കാത്തോട്, ഖലീജ് എല്ലാവരും ഉത്തരങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ ഉത്തരം ആദ്യമായി അടിച്ച ആ ക്രെഡിറ്റ് ലഭിച്ചത് RRനാണ്. പോയിന്റ് ഗ്രീനിന് 5 പോയിന്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 12 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കിസ് മുങ്ങുന്നത് പോലെ പഴയ ആളുകൾ മുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത്. ശരി, ആളുകൾ ഓരോരുത്തർ നാട്ടിൽ പോകുന്ന സമയങ്ങളാണ് ഇപ്പോൾ എന്നാണ് തോന്നുന്നത്. പുതിയ ആളുകൾ രംഗത്ത് വരുന്നുമുണ്ട് എന്നുള്ളത് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സന്തോഷത്തോട് കിസ് അല്ല എന്ന് സിൽസില അടിക്കുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്. ഒരു ജനറൽ ചോദ്യം ചോദിക്കുക, ഒരു